കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സമർപ്പിച്ച ഹർജി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കും. ആവശ്യമായ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹർജി നൽകിയത്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, പറയൂ, എപ്പോഴാകും ഈ ഹർജി പരിഗണിക്കുക? കൂടുതൽ വിവരങ്ങൾ. സ്മിത ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആ കുറ്റപത്രം ദുർബലമാണെന്നും അതിൽ പ്രതിയെ സഹായിക്കുന്ന പഴുതുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഹർജി നൽകിയത്. ഹർജിയിൽ ഇതിലൊരു സമഗ്രമായ അന്വേഷണം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിന് വേണ്ടി ഈ കേസിൽ തുടരന്വേഷണം വേണം എന്നൊരു ആവശ്യമാണ് ഈ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ചത്. അതിൽ നേരത്തെ തന്നെ ഹർജി കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചിരുന്നു. വിശദമായ വാദത്തിന് വേണ്ടിയാണ് ഇന്നേക്ക് കോടതി ഈ ഹർജി മാറ്റിവെച്ചത്. ഇന്ന് വിശദമായ വാദം കോടതി ഇതിൽ കേൾക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം പോലീസ് ഈ ഹർജിയിൽ മേൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്മേൽ വലിയ വിമർശനം, ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതിൽ ഈ നവീൻ ബാബുവിനെ സംശയ നിലയിൽ നിർത്തുന്ന അല്ലെങ്കിൽ ഈ കൈക്കൂലി വാങ്ങി എന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന ചില പരാമർശങ്ങളാണ് ഈ പോലീസിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന വിമർശനം കൂടി എന്തായാലും ഉയർന്നിട്ടുണ്ട്. ഇതിൽ പ്രതിഭാഗം പറയുന്നത് ഇതിൽ നേരത്തെ തന്നെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും നവീൻ ബാബുവിന്റെ കുടുംബം സമീപിച്ചതാണ്. CBI അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജി നൽകിയെങ്കിലും ഇരു കോടതികളും മേൽക്കോടതികൾ അത് തള്ളുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഈ കേസ് ഈ ഹർജി ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കില്ല എന്ന ഒരു വാദമാണ് പ്രതിഭാഗം എന്തായാലും മുന്നോട്ട് വെക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബം ഉൾപ്പെടെ ഇന്ന് ഈ വാദത്തിൽ ഭാഗമാകും. വിശദമായ വാദം ഇന്ന് കോടതിയിൽ ഉണ്ടാകും. ഈ വാദത്തിന് ശേഷം മറ്റൊരു ദിവസത്തേക്ക് കോടതി വിധി പറയാൻ മാറ്റാനുള്ള സാധ്യതയാണ് എന്തായാലും ഉള്ളത്. അരുൺ പൂപ്പറമ്പ, ഇതിന്റെ കുറ്റപത്രത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, അതുപോലെ ഇതിൽ നടന്ന അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. PP ദിവ്യയിലേക്ക് മാത്രം അതിന്റെ അന്വേഷണം ഒതുങ്ങി. ഈ കേസിന് മറ്റു ചില വശങ്ങൾ കൂടിയുണ്ട്. അത്തരത്തിലുള്ള ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിട്ടുണ്ട്. അത് ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷിക്കണമായിരുന്നു, പക്ഷേ അതുണ്ടായില്ല. ഇതിലെ ഈ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്ന ആരോപണങ്ങളിലേക്ക് അതിന്റെ അന്വേഷണം നീണ്ടില്ല എന്നുള്ള വിമർശനമൊക്കെയാണ് കുടുംബം ഉയർത്തുന്നത്. കോടതിയിൽ നിന്ന് അനുകൂലമായൊരു തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടോ? കാരണം മുമ്പ് കോടതി ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ചില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. വീണ്ടും ഹർജിയുമായി എത്തുമ്പോൾ ഒരു തുടർ നടപടികൾ ഇതിലുണ്ടാകും, അല്ലെങ്കിൽ അനുകൂലമായ സമീപനം ഇതിലുണ്ടാകും എന്ന പ്രതീക്ഷ കുടുംബം വെച്ച് പുലർത്തുന്നുണ്ടോ അരുൺ പൂപ്പറമ്പ? റീജിത്ത് സൂചിപ്പിച്ച പോലെ ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കുടുംബം ഈ ഹർജിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള അന്വേഷണം, അതിന്റെ ഭാഗമായി നൽകിയിട്ടുള്ള കുറ്റപത്രം, അതിൽ ഏതെങ്കിലും തരത്തിൽ കൃത്യമായ തെളിവുകൾ, ഈ ആത്മഹത്യ പ്രേരണയ്ക്ക് ഉള്ള തെളിവുകൾക്കപ്പുറത്തേക്ക് മറ്റ് വിശാലമായിട്ടുള്ള അന്വേഷണം, സമഗ്രമായിട്ടുള്ള അന്വേഷണം ഇതിൽ നടന്നിട്ടില്ല. കൃത്യമായ തെളിവ് ശേഖരണം ഉണ്ടായിട്ടില്ല. ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴി വിവരങ്ങളാണെങ്കിൽ അതിൽ പലതും നവീൻ ബാബുവിനെ സംശയ നിലയിൽ നിർത്തുന്നതാണ്. അതിൽ ജില്ലാ കളക്ടറുടെ മൊഴിയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു അഴീക്കോട് സ്വദേശിയായിട്ടുള്ള TV പ്രശാന്ത് എന്ന് പറയുന്ന ആളുടെ മൊഴിയുണ്ട്. അതിൽ ദിവ്യയുടെ ബന്ധു എന്ന് പറയുന്ന അയാളിലൂടെ ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങളാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. അങ്ങനെ ചില മൊഴികൾ പൂർണ്ണമായും നവീൻ ബാബുവിന് എതിരാണ്. കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഇതിൽ ശേഖരിച്ചിട്ടില്ല. ബിനാമി ഇടപാട് ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. അതിലുൾപ്പെടെ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. അതിനപ്പുറത്തേക്ക് PP ദിവ്യ എന്നൊരു ഏക പ്രതി അല്ല, ഇതിലൊരു ആസൂത്രണം നടന്നിട്ടുണ്ട്. വ്യാജ പരാതികൾ ഉൾപ്പെടെ സൃഷ്ടിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ ആ ആസൂത്രണം അന്വേഷിച്ചിട്ടില്ല. എങ്ങനെയാണ് PP ദിവ്യക്ക് ഇത് എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു കൃത്യമായ ഒരു വിശാലമായ അന്വേഷണം ഇതിൽ നടന്നിട്ടില്ല എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് നേരത്തെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കുടുംബം ഹർജി നൽകുകയും ചെയ്തത്. പക്ഷേ ഇരു കോടതികളും കുടുംബത്തിന്റെ ആവശ്യം തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് വീണ്ടും ഒരു ഹർജി നൽകുമ്പോൾ മേൽക്കോടതികൾ തള്ളിയ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ കോടതി എങ്ങനെയായിരിക്കും
ഇതിലൊരു എന്തായാലും തുടർ അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ, നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കോടതി കേൾക്കും. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.